ഹലോ, ഇന്ന് സൺഡേ സ്പെഷ്യൽ ചിക്കൻ മന്തിയാണ്. അതിനോടൊപ്പം തന്നെ ടൊമാറ്റോ ചട്നിയും എഗ്ലെസ് മയോണൈസും ഉണ്ട്. നമുക്ക് മന്തി റെഡിയാക്കാൻ വേണ്ടി 2 കപ്പ് സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് 2 കപ്പ് നമുക്കൊരു പാനിലേക്ക് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 3/4 മണിക്കൂർ ഇത് കുതിർന്ന് വരാൻ വേണ്ടി വെക്കാം. പിന്നീട് അത് ഊറ്റി നമുക്ക് അരി വേവിക്കാൻ വെക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു വലിയ പാത്രം വെച്ചു, അതിലേക്ക് വെള്ളം വെച്ചു. പിന്നെ 1 ടീസ്പൂൺ നെയ്യ് ഇട്ടതിന് ശേഷം ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് കുരുമുളകും 1 ചിക്കൻ ക്യൂബും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് മന്തിക്കുള്ള മസാല റെഡിയാക്കാം. 3-4 ഏലക്ക, ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതോടൊപ്പം ബേ ലീഫ്, പിന്നീട് കറുവാപ്പട്ട, 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത്രയും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. പിന്നീട് നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും അതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ അരച്ച് മസാല റെഡിയാക്കി കൊണ്ടുവരാം. 4 പീസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്, വലിയ ചിക്കനാണ്. അതിൽ നമുക്കൊരു ഫോർക്ക് വെച്ച് ഇങ്ങനെ കുത്തി കൊടുക്കാം. അതിനുശേഷം മസാല ഇട്ട് നമുക്ക് മസാല അതിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ചിക്കൻ ക്യൂബ്, അതോടൊപ്പം തന്നെ 1 നാരങ്ങയുടെ നീര്, കുറച്ച് ഉപ്പ്. ചിക്കൻ ക്യൂബിൽ ഉപ്പുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പ് മതി കേട്ടോ. പിന്നീട് സൺഫ്ലവർ ഓയിൽ, അത് കുറച്ച് കൂടുതൽ വേണം. അതും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് മസാല ഒരു 3/4 മണിക്കൂർ മാറ്റി വയ്ക്കാം. പിന്നീട് അരിയിലേക്ക് നമുക്ക് ഉപ്പും 1 ഡ്രൈ ലെമണും കൂടി ഇട്ട് കൊടുക്കാം. അരി ഊറ്റി വെച്ചിരിക്കുന്നത് ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 3/4 വേവാകുമ്പോഴത്തേക്കും നമുക്ക് അരി ഊറ്റി മാറ്റണം. ബാക്കി ചിക്കനകത്ത് അരി മിക്സ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം വെന്തോളും. അരി വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഒപ്പം കഴിക്കാനുള്ള ചട്നി ഉണ്ടാക്കാം, അതായത് ടൊമാറ്റോ ചട്നി. അതിന് വേണ്ടി നമ്മൾ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 2 പച്ചമുളകും 2 തക്കാളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് സവാള അരിഞ്ഞതും പിന്നീട് കുറച്ച് മല്ലിയിലയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ വേണം എടുക്കുക, അരച്ചെടുക്കരുത് കേട്ടോ. പിന്നീട് എഗ്ലെസ് മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 1/2 കപ്പ് പാലും അത് തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമുക്ക് 1 നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് അത് ഊറ്റിയെടുക്കാം. അതിനുശേഷം അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1 നുള്ളു ഉപ്പും അതോടൊപ്പം 1 നുള്ളു പഞ്ചസാര, എല്ലാം കുറേശ്ശെ മതി, കാരണം കുറച്ച് മയോണൈസേ ഉണ്ടാക്കുന്നുള്ളൂ. 2 ടീസ്പൂൺ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ പാലായാലും മതി കേട്ടോ. അതെല്ലാം ചേർത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വളരെ ഒരു 3-4 ഡ്രോപ്പ് വിനാഗിരിയും 4-5 വെളുത്തുള്ളിയും കൂടി ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണേ. അപ്പോൾ ഇതുപോലെ പേസ്റ്റ് പരുവത്തിൽ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ എടുത്തു, അതിലേക്ക് നമ്മുടെ മന്തി പീസ് ചിക്കൻ വെച്ചിട്ടുണ്ട്. മന്തിക്ക് വേണ്ടിയുള്ള ചിക്കൻ, വലിയ പീസ് ചിക്കനാണ്. അത് വെച്ച് അതിലേക്ക് നമുക്ക് ബാക്കി മസാല കൂടി ഇട്ട് അതിനോടൊപ്പം കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞതും കുറച്ച് സവാള അരിഞ്ഞതും നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഈ എണ്ണയിലും മസാലയിലൊക്കെ കിടന്ന് ചിക്കൻ വെന്തോളും. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലും വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിനുശേഷം തിരിച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്യുക. അപ്പോൾ കുക്കായി കഴിയുമ്പം നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കണം. അതാണ് അടുത്തതായിട്ട് വേണ്ടത്. ഇപ്പോൾ ഇവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പം നമുക്ക് ഈ അരിയിലേക്ക് ചേർക്കാൻ വേണ്ടി ഈ ചിക്കൻ്റെ മസാല കുറച്ചെടുത്ത് മാറ്റണം ആദ്യമേ തന്നെ. അപ്പോൾ ചിക്കനൊക്കെ ഒതുക്കിയിട്ട് അതിൽ നിന്ന് മസാല മാറ്റിയതിന് ശേഷം അരി ഇട്ട് കൊടുക്കുക. അരി നമ്മൾ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലാണ് മസാല ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അരി ചോറ് വളരെ അധികം ചോറില്ലാത്തത് കൊണ്ട് ഞാൻ ഒറ്റ ലെയറായിട്ട് തന്നെയാണ് ഇടുന്നത്. അതല്ല, കൂടുതൽ ചോറുള്ളവരാണെങ്കിൽ ചോറ് റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ലെയറായിട്ട്, 1 ലെയർ ഇട്ടതിന് ശേഷം കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് പിന്നെ വീണ്ടും 1 ലെയർ വെച്ചിട്ട് അരി ഇട്ടതിന് ചോറ് വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് ബാക്കി മസാല ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഒറ്റ ലെയറായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ചോറൊക്കെ ഇട്ട് നിലവിലെ നികത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ ചിക്കൻ്റെ ഗ്രേവി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇത്തിരി കളറിന് വേണ്ടി ഫുഡ് കളറ് ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കി അതും കൂടി 3-4 ഡ്രോപ്പ് ഒഴിക്കുന്നുണ്ട്. ഒരു 4-5 പച്ചമുളകുണ്ട്, അത് കുത്തി ഇങ്ങനെ വെക്കുന്നുണ്ട്.
ഈ ഫുഡ് കളറും കൂടി ഒഴിച്ചതിന് ശേഷം വേണം നമുക്കിത് ഒന്ന് അടച്ച് വെക്കേണ്ടത്. അപ്പം ആദ്യം ഇതെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് ഒരു പാത്രത്തിൽ ഒരു ചാർക്കോൾ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു അതിൻ്റെ സ്റ്റീം കിട്ടാൻ വേണ്ടി അടച്ച് വെക്കുന്നുണ്ട്. അപ്പം ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമ്മുടെ മന്തി ഇവിടെ പെർഫെക്റ്റായി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി നോക്കാം. അടപ്പ് മാറ്റിയപ്പോഴത്തേക്ക് നല്ല സ്റ്റീമൊക്കെ വരുന്നുണ്ട്, നന്നായിരിക്കുന്നു, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു വലിയ പാൻ എടുത്ത് അതിലേക്ക് മന്തിയുടെ റൈസ് ആദ്യം മാറ്റിയെടുക്കുക. ചിക്കൻ പൊടിഞ്ഞു പോകാതെ വേണം മാറ്റാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് റൈസ് കുറച്ച് കോരി മാറ്റുക. അതിന് ശേഷം വേണം നമുക്ക് ചിക്കന് ഇളക്കിയെടുക്കാൻ. അല്ലാതെ മൊത്തത്തിൽ മിക്സ് ചെയ്താൽ ചിക്കൻ പൊടിഞ്ഞു പോകും. അപ്പോൾ ചിക്കന് മാറ്റിയതിന് ശേഷം ആവശ്യമുള്ള റൈസ് കോരി മാറ്റുക. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞെങ്കിൽ ഞാൻ പ്ലേറ്റിലൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചിക്കനോടൊപ്പം തന്നെ എഗ്ലെസ് മയോണൈസും ടൊമാറ്റോ ചട്നിയും വെച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.